പാരീസിലെ ഇക്കാണുന്ന നിർമ്മിതി ഏതാണെന്നറിയാത്ത ഒരു മനുഷ്യജീവി ഈ ഭൂമുഖത്തുണ്ടാവുമോ എന്ന് സംശയമാണ്. ഈഫൽ ടവർ 7300 ടൺ ഉരുക്കാണ് ഈ ഗോപുരമായി രൂപപ്പെട്ടിരിക്കുന്നത്. ലിഫ്റ്റുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാമായി ഈഫൽ ടവറിന്റെ മൊത്തം തൂക്കം ഇപ്പോൾ 10100 ടണ്ണാണ്. 18038 ഭാഗങ്ങളായി കൊണ്ടുവന്ന് കൂട്ടിയിണക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. ഗോപുരത്തിന്റെ 4 തൂണുകളും വന്നു ചേരുന്നത് 4 വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലാണ്. ഗോപുര ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇതാണ് ഉള്ളിലൂടെ മുകളിലേക്കുള്ള കാഴ്ച. കൊടും ശൈത്യത്തിന്റെ നാളുകളിൽ ഈ ടവർ 6 ഇഞ്ച് വരെ ചുരുങ്ങുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കമാനച്ചുവട്ടിലൂടെ വീതിയേറിയ ഒരു പാത. ഗോപുര ചുവട്ടിൽ നീണ്ട ക്യൂ രൂപപ്പെട്ടു കഴിഞ്ഞു. മുകളിൽ കയറാനുള്ള ടിക്കറ്റിനു വേണ്ടിയുള്ള ക്യൂ ആണ്. ടവറിന്റെ കാലുകൾക്ക് ചുവട്ടിലാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് കയറിയോ നടന്നോ മുകളിലേക്ക് കയറാം. പല ഭാഗത്തുകൂടിയും ആളുകൾ കയറിപ്പോകുന്നുണ്ട്. പടവുകൾ മുഴുവൻ കയറി തീർക്കുക ശ്രമകരമാവും. 2 നിലകളുള്ള ഈ ലിഫ്റ്റുകളാണ് ടവറിന്റെ 2ാം ലെവൽ വരെ ആളുകളെ കൊണ്ടുപോകുന്നത്. ആധുനിക ലിഫ്റ്റുകളാണ്. 13.5 യൂറോയാണ് ടവറിന് മുകളിൽ കയറാനുള്ള ചാർജ്. ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് കിട്ടുന്നിടത്തേക്ക് നടന്നു. പണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ നീങ്ങിയിരുന്ന അതേ റെയിലിലൂടെയാണ് പുതിയ ലിഫ്റ്റുകളും പോകുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഓപ്പറേറ്ററുടെ സീറ്റ് അതിന് പുറത്തായിരുന്നു. ആ ഓർമ്മയുണർത്തുന്ന ഒരു പ്രതിമ ഇപ്പോഴും ലിഫ്റ്റിൽ കാണാം. ലിഫ്റ്റ് താഴെ വന്നു നിന്നു. ആളുകൾ ഇടിച്ചു കയറുമ്പോൾ ഞാൻ സംയമനം പാലിച്ചു. അവസാനം കയറുന്നതാണ് നല്ലത്. വാതിലിനടുത്തു നിന്ന് പുറത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം. 8 അടി വീരന്മാരായ സായിപ്പുമാരുടെ മധ്യത്തിലായാൽ നമ്മൾ ഞെരുങ്ങിപ്പോവുകയേയുള്ളൂ. ലിഫ്റ്റിന്റെ വാതിലുകൾ അടഞ്ഞു. അത് മുകളിലേക്ക് ഉയരുമ്പോൾ ഈഫൽ ഗോപുരത്തിന്റെ അടിഭാഗത്തിന്റെ വൈപുല്യം വ്യക്തമായി കാണാം. ശരിക്കും നിരീക്ഷിച്ചാൽ ടവറിന്റെ നിർമ്മാണത്തിലെ പ്രത്യേകതകൾ വരെ മുകളിലേക്കുള്ള ഈ യാത്രയിൽ കണ്ടറിയാനാവും. 18038 ഉരുക്കുഭാഗങ്ങൾ 25 ലക്ഷം റിവറ്റുകൾ കൊണ്ടാണ് പരസ്പരം ഉറപ്പിച്ചിരിക്കുന്നത്. 1 വർഷവും 2 മാസവും കൊണ്ടാണ് 130 തൊഴിലാളികളും 50 എഞ്ചിനീയർമാരും ചേർന്ന് ഈഫൽ ഗോപുരം നിർമ്മിച്ചത്. അലക്സാണ്ടർ ഗുസ്താവ് ഈഫൽ എന്ന പ്രതിഭാധനനായ എഞ്ചിനീയറുടെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് ഈഫൽ ടവർ. ഉരുക്കുകൊണ്ടുള്ള കൂറ്റൻ പാലങ്ങൾ നിർമ്മിച്ചുള്ള അനുഭവ സമ്പത്തായിരുന്നു ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഗുസ്താവ് ഈഫലിന് പ്രചോദനമായത്. നിർമ്മാണകാലത്ത് ഈ ഗോപുരം ഏതു നിമിഷവും തകർന്നു വീഴാമെന്ന് പാരീസുകാർ ഭയന്നിരുന്നു. അതിനാൽ വലിയ എതിർപ്പുകളും ഈഫലിന് നേരിടേണ്ടി വന്നു. പക്ഷേ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുകയാണ് ഗോപുരം. ലിഫ്റ്റ് ഗോപുരത്തിന്റെ 2ാം ലെവലിൽ എത്തിനിന്നു. ഈ ലെവലിൽ നിന്നും മറ്റൊരു ലിഫ്റ്റിൽ കയറി വേണം ഏറ്റവും മുകൾ നിലയിലെത്താൻ. ലിഫ്റ്റിനെ ചലിപ്പിക്കുന്ന ചക്രങ്ങളാണിത്. ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള ലിഫ്റ്റുകളാണ് ടവറിലുള്ളത്. ലിഫ്റ്റ് വെൽ ഉരുക്ക് നെറ്റുകളിട്ട് ബന്ദവസാക്കിയിരിക്കുന്നു. അതിനുള്ളിലൂടെ താഴേക്ക് നോക്കാൻ ഞാനൊരു ശ്രമം നടത്തി. ഗ്രില്ലിനിടയിലൂടെ ലിഫ്റ്റ് കിണറിന്റെ ആഴം ശരിക്കും കാണാനാവില്ല. 2ാം ലെവലിലെ പ്ലാറ്റ്ഫോം ജനനിബിഡമായി കഴിഞ്ഞു. ലോകത്ത് ഒരു നൂറ്റാണ്ടിനിടെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച ലാൻഡ്മാർക്കാണ് ഈഫൽ ടവർ. 25 കോടി ആളുകൾ ഇതിനകം ഈ ടവർ സന്ദർശിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഈഫൽ ടവറിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. ടവറിന്റെ 2ാം ലെവലിലെ ഒബ്സർവേറ്ററി ഡെക്ക് 2 നിലകളിലായാണ്. താഴത്തെ നിലയുടെ ചുറ്റുപാടും ഇരുമ്പ് ഗ്രില്ല് ഉറപ്പിച്ചിട്ടുണ്ട്. താഴെ ബോട്ടുകൾ നീങ്ങുന്ന സീൻ നദി. അതിനു കുറുകെയുള്ള പാലം ഒരു ഉദ്യാനത്തിലാണ് ചെന്നു ചേരുന്നത്. ഉദ്യാനത്തിന്റെ അതിരിൽ 2 വിങ്ങുകളുള്ള വലിയൊരു മന്ദിരം. പാലൈസ് ഡി ചൈലോട്ട് എന്നാണ് അതറിയപ്പെടുന്നത്. പാലൈസിനുമപ്പുറം പാരീസിന്റെ ക്ലാസിക്കൽ നഗരഭാഗം. അതിനെ അതിരിടുന്ന വൃക്ഷരാജിക്കപ്പുറമാണ് ആധുനിക പാരീസ് നഗരം. അവിടെ അത്യാധുനിക മന്ദിരങ്ങൾ, വൻകിട IT കമ്പനികളും വാണിജ്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളുമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നു. ഒരു നഗരത്തിന്റെ 2 ഭാവങ്ങളാണിത്.
1889 പാലേസ് ഡി ചൈലോട്ടിൽ നടന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെ പടിപ്പുര എന്ന നിലയിലാണ് ഈഫൽ ഗോപുരം പണിയുന്നത് തന്നെ. ഈ ഉദ്യാനവും അതിനെ അതിരിടുന്ന കൊട്ടാരസമാനമായ കെട്ടിടവും ഈ വിധം മോടി പിടിപ്പിച്ചത് 1937 അന്ന് പാരീസിൽ നടന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെ വേദിയും ഇതുതന്നെയായിരുന്നു. ഒരു മോഡേൺ ആർട്ട് മ്യൂസിയവും കൺസേർട്ട് ഹാളുമൊക്കെ ഇപ്പോഴും അതിലുണ്ട്. സീൻ നദി ശാന്തമായി ഒഴുകുന്നു. അതിന്റെ തീരത്ത് നദിക്ക് സമാന്തരമായി വളർന്ന നഗരമാണ് പാരീസ്. സീൻ പാരീസിന്റെ ഹൃദയവാഹിനിയാവുന്നത് എങ്ങനെയെന്ന് ഈ കാഴ്ച വ്യക്തമാക്കുന്നു. 6 നിലകൾ വരെയുള്ള ക്ലാസിക് മന്ദിരങ്ങളാണ് കാഴ്ചയിൽ. 6 നൂറ്റാണ്ടുകൾ വരെ പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിലുണ്ട്. ഒരു ഭാഗത്ത് പാരീസിലെ പ്രശസ്തമായ യുദ്ധവിജയ കവാടം ട്രയംഫ് ആർച്ച്, അങ്ങകലെ കുന്നിൻ മുകളിൽ ബസിലിക്ക ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് പാരീസ് എന്ന പ്രസിദ്ധ ദേവാലയത്തിന്റെ ഗോപുരങ്ങൾ. കുന്നിറങ്ങി വരുന്ന നഗരം സീൻ നദിയും കടന്ന് ഞാൻ നിൽക്കുന്ന ഈഫൽ ഗോപുരത്തിനുമപ്പുറത്തേക്ക് പടർന്ന് വ്യാപിക്കുന്നു. യൂറോപ്യൻ നഗരങ്ങളെല്ലാം ഇത്തരത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചവയാണ്. സ്ട്രീറ്റുകളും ഉദ്യാനങ്ങളുമൊക്കെ ഏറ്റവും ശ്രദ്ധയോടെയാണ് നിർമ്മിക്കുക. നദി ഇവിടെ മാലിന്യം തള്ളാനുള്ള പൊതുസ്ഥലമല്ല, നഗരത്തിന്റെ അഭിമാനമാണ്. സീൻ നദിക്ക് മധ്യത്തിൽ ഇവിടെ ഒരു തിട്ട കാണാം. അലി ഡെസ് സിഗ്നസ് എന്നാണ് അതറിയപ്പെടുന്നത്. 2 പാലങ്ങളെ താങ്ങി നിർത്തുന്ന തിട്ട കൂടിയാണ് സിഗ്നസ്. ആദ്യകാലത്ത് ബോട്ടുകളിൽ നിന്ന് ചരക്കിറക്കി വെച്ചിരുന്ന ഒരിടമാണത്. ഫോട്ടോ എടുത്തും താഴെയുള്ള കാഴ്ചകളിൽ മതിമറന്നും നിൽക്കുകയാണ് സഞ്ചാരികൾ. ഓരോ തവണയും ലിഫ്റ്റ് എത്തുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് വന്നിറങ്ങുന്നു. കുറെ പേർ താഴത്തെ നിലയിലിറങ്ങി കാഴ്ചകൾ കണ്ടു നടക്കും. ടവറിന്റെ ഏറ്റവും മുകളിലെ ലെവലിലേക്ക് ലിഫ്റ്റ് പുറപ്പെടുക ഈ നിലയിൽ നിന്നാണ്. മുകളിലേക്ക് പോകാൻ വലിയ തിരക്കുണ്ടാവുമെന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ക്യൂ നിൽക്കാനുള്ള ഭാഗമൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണിന്ന്. സീൻ നദിക്കരയിൽ നേരത്തെ കണ്ട നഗരഭാഗത്തിന്റെ നേരെ എതിർവശം ഇങ്ങനെയാണ്. വലിയൊരു ഉദ്യാനവും നിരന്ന കെട്ടിടങ്ങളും. ടവറിന്റെ ഉരുക്കുചട്ടക്കൂടിന് മധ്യത്തിലൂടെ മുകൾ നിലയിലേക്കുള്ള ലിഫ്റ്റിന്റെ പാത. താഴത്തെ നില ഒന്ന് കണ്ടുവരാമെന്ന് ഞാൻ തീരുമാനിച്ചു. 2ാം ലെവലിന്റെ താഴത്തെ നിലയ്ക്ക് ചുറ്റും ഉറപ്പുള്ള വേലിക്കെട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ഈഫൽ ടവറിനെ തിരഞ്ഞെടുക്കുന്നവരെ ചെറുക്കാനാണിത്. ഈഫൽ ഗോപുരത്തിൽ നിന്നും താഴെ വീണ് 400ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. മിക്കതും ആത്മഹത്യ തന്നെ. ചിലരാകട്ടെ ടവറിന് മേൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. അകലെ ഗ്ലാസ് മേൽക്കൂരയോടുകൂടിയ ഒരു കെട്ടിടം കാണാം. ഗ്രാൻഡ് പാലസ് എന്നറിയപ്പെടുന്ന എക്സിബിഷൻ ഹാളും മ്യൂസിയവുമാണത്. 19-20 നൂറ്റാണ്ടുകളിൽ ലോക പ്രദർശനങ്ങളുടെ പ്രധാന വേദിയായിരുന്നു പാരീസ്. അതിനുവേണ്ടി വമ്പൻ നിർമ്മിതികൾ തന്നെ ഇവർ പടുത്തുയർത്തി. ടവറിന്റെ 2ാം ലെവലിന്റെ മുകൾ നിലയിൽ ആളുകൾ കാത്തുനിൽപ്പാണ്. ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഏറെ ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയിരുന്നു. പക്ഷേ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഉയരമറിയുന്നത്. അനേകം ഫ്ലാഷ് ബൾബുകൾ ഗോപുരത്തിലെമ്പാടുമുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതിയായി 1889 ഈ ഗോപുരം ഉയർന്നതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അന്ന് പാരീസിൽ നടന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിന് ഒരു ഗോപുരം നിർമ്മിക്കാനായി ഫ്രഞ്ച് ഗവൺമെന്റ് ഒരു മത്സരം സംഘടിപ്പിച്ചു. 700ഓളം ഡിസൈനുകൾ സമർപ്പിക്കപ്പെട്ടതിൽ നിന്നും ഗുസ്താവ് ഈഫൽ സമർപ്പിച്ച ഈ ഡിസൈനാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ പാരീസിന്റെ ക്ലാസിക് സൗന്ദര്യത്തിന് അപവാദമാകും ഉരുക്കു ഗോപുരമെന്ന് എതിർ പ്രചരണമുണ്ടായി. ഭീമമായ തുക ചെലവ് വരുമെന്ന പ്രശ്നം വേറെയും. ഒടുവിൽ നിർമ്മാണ ചെലവിന്റെ നല്ലൊരു ഭാഗം ഗുസ്താവിന്റെ എഞ്ചിനീയറിംഗ് കമ്പനി തന്നെ വഹിക്കാമെന്ന് തീരുമാനിച്ചു. പകരം അടുത്ത 20 വർഷം ഈ ഗോപുരത്തിൽ നിന്നുള്ള വരുമാനം കമ്പനിക്ക് നൽകണം. 20 വർഷത്തിനു ശേഷം ഗോപുരം പൊളിച്ചു മാറ്റാമെന്നായിരുന്നു കരാർ. പക്ഷേ 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും പാരീസിന്റെ പ്രധാന ലാൻഡ്മാർക്കായി ഗോപുരം മാറി. പാരീസ് നഗരഭരണകൂടം ഏറ്റെടുത്ത ടവർ ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും വരുമാനമുള്ള ടൂറിസ്റ്റ് സങ്കേതമാണ്.
അടുത്ത ലിഫ്റ്റിൽ കയറി താഴേക്കിറങ്ങുകയാണ്. ടവറിന്റെ വടക്കുഭാഗത്തെ കാലിലൂടെയുള്ള ലിഫ്റ്റിലാണ് മടക്കം. 1889 ലോക എക്സിബിഷന്റെ ഉദ്ഘാടന ദിവസമായപ്പോഴേക്കും ഗോപുരത്തിന്റെ സ്ട്രക്ചർ മാത്രമേ പണിതീർന്നിരുന്നുള്ളൂ. ലിഫ്റ്റുകൾ ഉൾപ്പെടെ പല സംവിധാനങ്ങളും പ്രവർത്തന സജ്ജമായിരുന്നില്ല. എങ്കിലും ഗുസ്താവ് ഈഫൽ മാർച്ച് 31 ഗോപുരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക തന്നെ ചെയ്തു. പത്രക്കാരുടെ ഒരു ചെറു സംഘത്തോടൊപ്പം നടന്നാണ് അന്ന് അദ്ദേഹം ഗോപുരത്തിന് മുകളിലെത്തിയത്. തുടർന്ന് അവിടെ ഒരു ഫ്രഞ്ച് പതാക സ്ഥാപിക്കുകയും ചെയ്തു. ഉരുക്കിന്റെ ഈ മഹാനിർമ്മിതിയെ സംരക്ഷിച്ചു നിർത്താൻ പാരീസ് നഗരഭരണകൂടം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. 60 ടൺ പെയിന്റ് ഉപയോഗിച്ച് ഓരോ 7 വർഷം കൂടുമ്പോഴും ഈഫൽ ടവർ പൂർണ്ണമായും പെയിന്റ് ചെയ്യുന്നു. 25 അംഗങ്ങളുള്ള പെയിന്റർമാരുടെ ഒരു സംഘം എപ്പോഴും ഇതിൽ ജോലിയിലുണ്ടാവും. പെയിന്റിങ്ങിന് മുൻപുള്ള ക്ലീനിങ്ങിന് 4 ടൺ ക്ലീനിംഗ് ക്ലോത്തും 400 ലിറ്റർ മെറ്റൽ ക്ലീനിംഗ് സൊല്യൂഷനും ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള പെയിന്റിംഗ് അവസാനമായി പൂർത്തിയായത് 2018 കഥയോർത്തു നിൽക്കെ ലിഫ്റ്റ് താഴെയെത്തി. ലിഫ്റ്റ് യന്ത്രങ്ങളും കൺട്രോൾ പാനലുമൊക്കെയായി ടവറിന്റെ കീഴ്ഭാഗത്ത് ഒരു ഫാക്ടറിയിൽ എത്തിയതുപോലെയുള്ള ശബ്ദ കോലാഹലങ്ങളാണ്. ആ ശബ്ദത്തിനും ജനത്തിരക്കിനുമിടയിലൂടെ പുറത്തേക്ക് നടന്നു. പുറത്തേക്കുള്ള വഴി ഇതാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഗോപുരച്ചുവട്ടിൽ സഞ്ചാരികളുടെ വൻ തിരക്ക്. മിക്ക ദിവസവും ഇവിടുത്തെ കാഴ്ച ഇതാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് ഈഫൽ ഗോപുരത്തിന്റെ ഓരോ ഭാഗത്തും ക്യാമറയിലാക്കാൻ ഒട്ടേറെയുണ്ട്. ഗോപുരത്തിലെ പടവുകളിലൂടെ നടന്നു കയറുന്നവർ. 1710 പടവുകളാണ് ഈ കൂറ്റൻ ഉരുക്കു ഗോപുരത്തിലുള്ളത്. പാരീസിന്റെ ക്ലാസിക് ഭാവം നശിപ്പിക്കുമെന്ന ആരോപണം നേരിട്ട ടവർ ഇന്ന് നഗരത്തിന്റെ ഐശ്വര്യ ഗോപുരമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഉപജീവന മാർഗവുമാണ്. ഈഫൽ ടവർ കീച്ചെയിനായും പേപ്പർ വെയ്റ്റ് ആയുമൊക്കെ ലോകമെമ്പാടും എത്തിയിട്ടുണ്ട്. ഇവനും ഇത് ഉപജീവനത്തിനുള്ള വഴി. ഇനിയും എത്രയോ കോടി ആളുകൾക്ക് വിസ്മയം സമ്മാനിക്കാൻ നിൽക്കുന്ന ഈഫൽ ടവറിനോട് വിട പറയുകയാണ്. എന്റെ സുഹൃത്തുക്കൾ കാറുമായി ഉടനെ എത്തും. അവർക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴും എന്റെ ദൃഷ്ടി അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈഫൽ ഗോപുരത്തിൽ തന്നെയാണ്. എന്നെപ്പോലെ ഒരാൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണിത്. ഗുസ്താവ് ഈഫൽ എന്ന മഹാശില്പിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിർമ്മിച്ച് 20 വർഷം കഴിഞ്ഞ് പൊളിച്ചു കളയാനിരുന്ന ഒരു നിർമ്മിതി 1.25 നൂറ്റാണ്ടിനു ശേഷവും ഫ്രാൻസിന്റെ പ്രതീകമായി അങ്ങനെ നിൽക്കുന്നു. അങ്ങകലെ പാലേസ് ഡി ചൈലോട്ട് എന്നറിയപ്പെടുന്ന ബൃഹത് മന്ദിരം എക്സിബിഷനുകൾ നടക്കുന്ന ഇടമാണ്. ഇവിടമെല്ലാം ഒരു ആഘോഷപ്പറമ്പായി മാറിയത് ഇന്നും ഇന്നലെയുമല്ല. കഴിഞ്ഞ 125 വർഷത്തിലേറെയായി എല്ലാ ദിവസവും ജനം വന്നു നിറയുന്ന ഇടമാണിത്. ഈഫൽ ടവർ പോലെയുള്ള ഒരു നിർമ്മിതിയുണ്ടാക്കാൻ തീരുമാനിക്കുകയും അത് നിലനിർത്തുകയും ചെയ്ത ആളുകളെ നമ്മൾ അത്ഭുതത്തോടെയല്ലേ കാണേണ്ടത്. ഞാൻ അവിടെ നിൽക്കെ കാറുമായി ബ്ലെയ്സ് എത്തി. ഈഫൽ ടവറിന് ചുവട്ടിൽ നിന്ന് ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ്. ഇതെല്ലാം ഈഫൽ ടവർ കാണാൻ വന്നവരാണ്. ടൂറിസ്റ്റുകളുടെ വലിയ കേന്ദ്രം. അത് കഴിയുന്നതോടെ പാർക്കുകൾ പോലുള്ള ഭാഗങ്ങളായി. അത് സംരക്ഷിച്ചിരിക്കുന്നത് നോക്കുക. ചില്ലിട്ട് നിർത്തിയിരിക്കുന്ന പാർക്കുകൾ. പാരീസ് എന്നത് കെട്ടിടങ്ങളുടെ നഗരം മാത്രമല്ല, ആസൂത്രണ തികവിന്റെയും മാനവരാശിയുടെ സാംസ്കാരിക ഉണർവിന്റെയും പൗരബോധത്തിന്റെയും കലാബോധത്തിന്റെയും നഗരമാണ് പാരീസ്. ഇവിടെ വരുമ്പോൾ കുറെ ഉയർന്ന കെട്ടിടങ്ങൾ മാത്രമേ ചിലർ കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള ആസൂത്രണത്തിന്റെയും ബുദ്ധിവൈഭവത്തിന്റെയും കലാബോധത്തിന്റെയും സൂക്ഷ്മാംശങ്ങൾ നിരീക്ഷിക്കുമ്പോഴേ പാരീസിനെ ശരിക്കും കണ്ടതായി അനുഭവപ്പെടൂ.
നഗരത്തിന്റെ ഹൃദയത്തിൽ പോലും പലയിടത്തും ഗ്രീൻ ബെൽറ്റുകളുണ്ട്. അവിടം ഈ വിധം വൃക്ഷനിബിഡമായി ഇവരിങ്ങനെ ഒരുക്കി നിർത്തും. ഇത് അടുത്ത നാളിലൊന്നുമുണ്ടാക്കിയ ഗ്രീൻ ബെൽറ്റല്ല. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോലും അതുണ്ട്. അലക്സാണ്ടർ തേർഡ് ബ്രിഡ്ജാണിത്. അങ്ങ് അകലെ കാണുന്ന കെട്ടിടത്തിന് പിന്നിലാണ് നെപ്പോളിയന്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്. മുൻപ് അതൊക്കെ സന്ദർശിച്ചതായതുകൊണ്ട് വീണ്ടും പോകുന്നില്ല. എയർ ഫ്രാൻസിന്റെ ആസ്ഥാന മന്ദിരമാണിത്. നഗരത്തിലെ ചരിത്ര നിർമ്മിതികൾ പിന്നിട്ട് യാത്ര തുടർന്നു. ഇത് ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രാലയമാണ്. അത് കഴിയുമ്പോൾ നാഷണൽ അസംബ്ലി മന്ദിരത്തിന് സമീപത്തേക്ക് എത്തുന്നു. അത് കടന്ന് ഒരു പാലത്തിലേക്ക് കയറി സീൻ നദി കടക്കുകയാണ്. കോൺകോർഡ് ബ്രിഡ്ജാണിത്. നേരെ മുന്നിൽ ഒരു ഒബ്ലിസ്ക് കാണാം. ഈജിപ്ഷ്യൻ ഒബ്ലിസ്ക് ആണ്. അതിന് പിന്നിൽ ഗ്രീക്ക് നിർമ്മിതി പോലെ കാണുന്നത് മാഡലിൻ ചർച്ച്. അവിടെ നിന്നും ഞങ്ങൾ വലത്തേക്ക് തിരിഞ്ഞു. വലതുവശത്ത് സീൻ നദി. സീൻ നദിയുടെ തീരത്തുകൂടി തന്നെയാണ് ഇനിയും യാത്ര. ചെറിയ പാലങ്ങൾ കാണാം. നടപ്പാലങ്ങളാണ് പലതും. സീൻ നദി വളഞ്ഞു പുളഞ്ഞാണ് നഗരത്തിലൂടെ ഒഴുകുന്നത്. എവിടെയും ചരിത്ര നിർമ്മിതികളാണ്. അതിനെല്ലാം ആഢ്യഭാവവുമുണ്ട്. ഞങ്ങളിനി നഗരത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇനിയുള്ളത് ദീർഘമായ യാത്രയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കാറിൽ ഇതുവഴിയെല്ലാം പോകാൻ കഴിഞ്ഞത്. വർക്കിംഗ് ഡേയിൽ സാധാരണഗതിയിൽ സ്വന്തം കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്നത് അസാധ്യമാണ്. കാർ ഏതെങ്കിലും പാർക്കിങ്ങിലിട്ട ശേഷം മെട്രോ ട്രെയിനിലോ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലോ പോകുന്നതായിരിക്കും സൗകര്യം. ഭൂമിക്കടിയിലൂടെ മെട്രോ സർവീസുണ്ട് പാരീസിൽ. ഇത്തരം നഗരങ്ങളിലെല്ലാം ഭൂഗർഭ മെട്രോ സർവീസാണ് കൂടുതലും. തൂണിനു മുകളിലൂടെയല്ല. നഗരത്തിന്റെ സൗകര്യവും സൗന്ദര്യവും നഷ്ടപ്പെടുത്താതിരിക്കാനാണത്. പാരീസ് നഗരത്തിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഞാൻ നെപ്പോളിയനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു പതിറ്റാണ്ട് കാലം ഫ്രാൻസിനെ ഭരിച്ച ചക്രവർത്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്നാൽ ആ ഒരു ദശകം കൊണ്ട് ലോകമുള്ളിടത്തോളം കാലം മാഞ്ഞു പോകാത്ത ഒരു മുദ്രയാണ് നെപ്പോളിയൻ ചരിത്രത്തിൽ പതിപ്പിച്ചത്. തന്റെയും ഫ്രാൻസിന്റെയും പേരും പ്രശസ്തിയുമാണ് നെപ്പോളിയൻ എന്നും ആഗ്രഹിച്ചത്. ഫ്രാൻസിനെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. ലോകത്തെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാളായിരുന്നു നെപ്പോളിയൻ. യൂറോപ്പിലാകമാനം തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ചുവട് പിഴച്ചത് പ്രശസ്തമായ വാട്ടർലൂ യുദ്ധത്തിലാണ്. യൂറോപ്യൻ ശക്തികൾ സംഘം ചേർന്ന് നടത്തിയ നീക്കത്തിൽ ഫ്രാൻസിന് സുവർണയുഗം സമ്മാനിച്ച ആ ചക്രവർത്തി പരാജിതനായി. ബ്രിട്ടീഷുകാർ സെന്റ് ഹെലന ദ്വീപിലേക്ക് നാടുകടത്തിയ നെപ്പോളിയൻ അവിടെ ഏറെക്കുറെ തടങ്കലിലായിരുന്നു. സെന്റ് ഹെലന ദ്വീപിൽ വെച്ച് മരിക്കുമ്പോൾ നെപ്പോളിയന് 51 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പാരീസിനെ ലോകത്തെ ഏറ്റവും സമ്പന്നവും സൗന്ദര്യവുമുള്ള നഗരമാക്കുകയായിരുന്നു നെപ്പോളിയന്റെ ലക്ഷ്യം. ഇവിടെ വ്യവസായ കേന്ദ്രങ്ങളെല്ലാം നഗരത്തിന് പുറത്താണ്. നഗരത്തിനകത്ത് ഫാക്ടറികളൊന്നും അനുവദിക്കില്ല. പുരാനഗരഭാഗം ഒരു ചരിത്രസ്ഥലിയായി സംരക്ഷിക്കുകയാണിവർ. ഇതൊക്കെയാണ് ഫ്രഞ്ച് വ്യവസായങ്ങളുടെ കേന്ദ്രങ്ങൾ. റഫാൽ യുദ്ധവിമാനത്തിന്റെയും മറ്റും നിർമ്മാണ കേന്ദ്രങ്ങളും യുദ്ധോപകരണ ഫാക്ടറികളും IT മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. എയർബസ് പോലുള്ള ലോകത്തെ ഏറ്റവും പ്രമുഖ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളുടെയും ആഡംബര കാർ ബ്രാൻഡുകളുടെയും എല്ലാം കേന്ദ്രമാണല്ലോ ഫ്രാൻസ്. അടുത്തതായി ഞങ്ങളുടെ യാത്ര തെംബ്ലു എന്ന ഗ്രാമത്തിലേക്കാണ്. അവിടേക്ക് എത്തണമെങ്കിൽ 300-ലേറെ കിലോമീറ്റർ കാർ ഓടണം. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലേതുപോലെയല്ല. നല്ല പാതകളാണ്. ഓട്ടോ റൂട്ട് എന്ന് ഇവർ വിളിക്കുന്ന എക്സ്പ്രസ് വേകൾ. ഫ്രാൻസ് യൂറോപ്പിലെ പല രാജ്യങ്ങളുമായി ചേർന്നു കിടക്കുന്നതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും മികച്ച പാതകളുണ്ട്. നഗരപ്രാന്തത്തിലെ റോഡാണ്. ഞങ്ങളിപ്പോഴും ഓട്ടോ റൂട്ടിലേക്ക് കയറിയിട്ടില്ല. ഓട്ടോ റൂട്ടിലേക്ക് കയറാൻ പോകുന്നതേയുള്ളൂ. ഇന്നൊരു ഞായറാഴ്ചയായിരുന്നിട്ട് കൂടി പാതയിൽ തിരക്കുണ്ട്. നഗരത്തിനകത്ത് പക്ഷേ ഈ വിധം വാഹനങ്ങളുമായി എല്ലാവരും കയറില്ല. നഗരത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് കൂടുതൽ തിരക്ക് കാണുന്നത്. ഞങ്ങൾക്കിനി ഓട്ടോ റൂട്ടിലേക്ക് കയറണം.
അതിൽ കയറിക്കഴിഞ്ഞാൽ അതിവേഗം പോകാനാവും. 130 കിലോമീറ്റർ സ്പീഡിൽ പറക്കാം. 2.5 മണിക്കൂർ കൊണ്ട് 300 കിലോമീറ്റർ പോകാനാവും. പക്ഷേ അതിനിടയ്ക്ക് ഞങ്ങൾക്കല്പം ഭക്ഷണം കഴിക്കണം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും വിശേഷ ഗ്രാമങ്ങളോ രസകരമായ കാഴ്ചകളോ ഉണ്ടെങ്കിൽ അവിടെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൊബൈലിൽ സെർച്ച് ചെയ്ത് അത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ പിന്നിലിരിക്കുന്ന ജോണിയോട് പറഞ്ഞിട്ടുണ്ട്. ജോണി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഫ്രാൻസിന്റെ ഉൾനാടുകളിലെ കാഴ്ചകൾ കാണണം. ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളൊന്നും വീടിന് പുറത്തുണ്ടാവണമെന്നില്ല. ഏതായാലും ഫ്രാൻസിന്റെ ഉൾനാടുകളിലൂടെയുള്ള ദീർഘമായ യാത്രയാണ് അടുത്ത 3-4 മണിക്കൂർ. അതിന്റെ കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു.